ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് 2 പതിറ്റാണ്ട് ചെലവഴിച്ച സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ജർമ്മനിയിൽ നിന്നും 25 അംഗ സംഘമെത്തിയത് ചരിത്രത്തിന്റെ മറ്റൊരു അധ്യായമാവുകയാണ്. ജർമ്മൻ ബാസൽ മിഷണറിമാർ സ്ഥാപിച്ച മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഉജ്ജ്വല വരവേൽപ്പാണ് ഇവർക്ക് നൽകിയത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലുമായി സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസ്രുദ്ദീൻ. വ്യാപാരദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് ഡിസംബർ 3 സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ചിടും. ഹെർമൻ ഗുണ്ടട്ടിന്റെ പാതകൾ തേടി ജർമ്മൻ സംഘം കോഴിക്കോട്ട്. സംഘത്തിന് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഊഷ്മള വരവേൽപ്പ്. കോഴിക്കോട് കോർപ്പറേഷന്റെ വികസന പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള അന്വേഷണം ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമെന്ന് CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ. വാർത്തകൾ വിശദമായി. കോഴിക്കോട് കോർപ്പറേഷൻ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്കെതിരെ അഴിമതിയുടെ പുകമറ സൃഷ്ടിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള അഴിമതി വിരുദ്ധരെന്ന ഗൂഢസംഘത്തിന്റെ അവസാന ശ്രമമാണ് 2000 മുതൽ 2014 വരെയുള്ള 14 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്ന പുതിയ പരാതിയെന്ന് CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വസ്തുതാവിരുദ്ധമായ പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോർപ്പറേഷൻ ഭരണത്തെ താറുമാറാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പരിശ്രമമാണിത്. കോർപ്പറേഷൻ ആസൂത്രണം ചെയ്തിട്ടുള്ള നാനാതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനെല്ലാം ശക്തമായി ഇന്നത്തെ ഭരണസമിതി നേതൃത്വം നൽകി വരുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഈ ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അപകീർത്തിപ്പെടുത്താനും UDF-നെ സഹായിക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗമായി ഇതിനെ കാണാൻ കഴിയൂ. കോർപ്പറേഷന്റെ കഴിഞ്ഞകാല ഭരണം സുതാര്യമാണ്. കൌൺസിലുകളും കമ്മിറ്റികളും ചർച്ച ചെയ്തെടുത്ത തീരുമാനങ്ങളാണ് നടപ്പിലാക്കിയത്. ജനങ്ങൾ ഉയർത്തിയ വികസന പ്രശ്നങ്ങളോട് അനുകൂല സമീപനം സ്വീകരിച്ച് പരമാവധി വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കൌൺസിലിന് കഴിഞ്ഞിട്ടുണ്ട്. ആയത് മറച്ചുവെച്ച് മാതൃകാപരമായ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മേയർമാരെയും ഡെപ്യൂട്ടി മേയർമാരെയും അവഹേളിക്കുന്ന ശ്രമം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നും CPM നേതൃത്വം കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ്, MLA A പ്രദീപ് കുമാർ, മുൻ മേയർ M ഭാസ്കരൻ, M മോഹന മാസ്റ്റർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഹെർമൻ ഗുണ്ടട്ടിന്റെ പാതകൾ തേടി ജർമ്മൻ സംഘം കോഴിക്കോട്ടെത്തി. ഏറെക്കാലം അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലമായിരുന്ന മലബാർ ക്രിസ്ത്യൻ കോളേജിൽ സംഘത്തിന് ഉജ്ജ്വല വരവേൽപ്പ് നൽകി. ഗുണ്ടട്ടിന്റെ 200ാം ജന്മവാർഷികം 2014 കേരളത്തിൽ സമുചിതമായി ആഘോഷിക്കുന്ന വേളയിലാണ് സംഘത്തിന്റെ കലാലയ സന്ദർശനം. മലയാള ഭാഷയ്ക്കും ചരിത്രത്തിനും പത്രപ്രസിദ്ധീകരണത്തിനും അതുല്യമായ സംഭാവനകൾ നൽകിയ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിന്റെ പാതകൾ തേടി അദ്ദേഹത്തിന്റെ മണ്ണിൽ നിന്ന് ജർമ്മൻ സംഘം കേരളത്തിലെത്തി. ജർമ്മൻ ബാസൽ മിഷണറിമാർ സ്ഥാപിച്ച മലബാർ ക്രിസ്ത്യൻ കോളേജാണ് ജർമ്മൻ സംഘത്തിന് ആതിഥേയത്വം അരുളിയത്. ജർമ്മനിയിലെ ക്ലോവിൽ നിന്നാണ് 25ഓളം വരുന്ന സംഘം ഗുണ്ടട്ടിന്റെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന കലാലയത്തിലെത്തിയത്. 20 വർഷം ഗുണ്ടട്ട് ചെലവഴിച്ച തലശ്ശേരി ഇല്ലിക്കുന്നും മലബാർ ക്രിസ്ത്യൻ കോളേജും സന്ദർശിക്കുന്നതിനാണ് സംഘം കോഴിക്കോട്ടെത്തിയത്. കോളേജ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ആഘോഷപൂർവ്വമാണ് സംഘത്തെ വരവേറ്റത്. അവരുടെ സാന്നിധ്യത്തിൽ കോളേജിൽ നിർമ്മിച്ച ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിന്റെ പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ഗുണ്ടട്ടിന്റെ ജീവിത ചരിത്രങ്ങളും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും കേരള സന്ദർശനവുമെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പഠനകേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ അച്ചടി മാധ്യമ ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് കോളേജിൽ ആരംഭിച്ച പുതിയ PG കോഴ്സുകൾ കോളേജ് ഗേറ്റ്, കൊമേഴ്സ് ബ്ലോക്ക്, ചെയർ ഫോർ ക്രിസ്ത്യൻ സ്റ്റഡീസ് എന്നിവയുടെ ഉദ്ഘാടനവും ജർമ്മൻ സംഘത്തിന്റെ സാന്നിധ്യത്തിൽ നിർവഹിച്ചു. ഉത്തര കേരള മഹാ ഇടവക ബിഷപ്പ് റവറന്റ് ഫാദർ BN ഫെൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു.
ചടങ്ങിൽ ജർമ്മൻ സംഘത്തെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കൂടാതെ കോഴിക്കോട്ടുകാർക്കായി ജർമ്മൻ പാട്ടും അവർ പാടി. ഗുണ്ടട്ടിന്റെ യാത്രയിലൂടെയുള്ള സഞ്ചാരത്തിലാണ് ഞങ്ങളെന്നും ഇന്ത്യ ഗുണ്ടട്ടിനെ ഇത്രയധികം ബഹുമാനിക്കുകയും ഓർക്കുകയും ചെയ്യുന്നു എന്നതിൽ സന്തോഷമുണ്ടെന്നും സംഘത്തിന്റെ ലീഡർ ഗിറ്റ ക്ലെയിൻ പറഞ്ഞു. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പാവമണി മേരി ഗ്ലാഡിസ് അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജർ ഫാദർ ടി.എ. ജെയിംസ് വിഷൻ 2020 വിശദീകരിച്ചു. തുടർന്ന് കോളേജിലെ മികവുറ്റ സേവനത്തിന് അർഹരായ അധ്യാപകരെയും പ്രൊഫസർമാരെയും ആദരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ CSI സിനഡിന്റെ ലേസർ ഓഫീസർ ഫാദർ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ, ക്ലർജി സെക്രട്ടറി ഫാദർ P.K. മാമൻ, ഡയോസിസൻ ട്രഷറർ ഫാദർ മാത്തുണ്ണി ജോസഫ്, ലേ സെക്രട്ടറി ജയപാൽ സാമുവൽ സക്കായ്, പ്രൊഫസർ പ്രേമാനന്ദ്, എൽസമ്മ, പ്രമീള സദാനന്ദൻ, ജിജോ വിൽസൺ തുടങ്ങിയവർ സംബന്ധിച്ചു. ജർമ്മൻ സംഘം ഇന്ന് തലശ്ശേരിയിലേക്ക് തിരിക്കും. കേരളത്തിൽ നടന്നുവരുന്ന സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥരുടെ അനധികൃത കടപരിശോധനയിൽ പ്രതിഷേധിച്ച് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലുമായി സഹകരിക്കില്ലെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 3-ന് സംസ്ഥാന വ്യാപകമായി മുഴുവൻ കടകമ്പോളങ്ങൾ അടച്ച് പണിമുടക്കി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന അധ്യക്ഷൻ ടി നസറുദ്ദീൻ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സീസൺ 8-മായി സഹകരിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ വാറ്റ് നിയമപ്രകാരം കടപരിശോധന നിലവിലിരിക്കെ കടപരിശോധന നിർത്തലാക്കണം. കടപരിശോധനയിൽ പ്രതിഷേധിക്കുന്ന വ്യാപാരികൾക്ക് നേരെ IPC 353 വകുപ്പ് പ്രകാരം കേസെടുക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണം. വാറ്റ് നിയമപ്രകാരം എടുത്ത മുഴുവൻ ക്രിമിനൽ കേസുകളും പിൻവലിക്കണമെന്നും തുണിത്തരങ്ങൾക്ക് ഏർപ്പെടുത്തിയ 2% പുതിയ നികുതി പിൻവലിക്കണമെന്നും ഈ വിഷയത്തിൽ വ്യക്തമായ എഗ്രിമെന്റ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. 5000 കോടി രൂപ നികുതി വെട്ടിച്ച് നടക്കുന്ന ഓൺലൈൻ വ്യാപാരം നിർത്തലാക്കണം. എല്ലാ നികുതികളും അടച്ച് നിയമങ്ങളും പാലിച്ച് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെ ഇല്ലായ്മ ചെയ്യുന്നതാണ് യാതൊരു നിയന്ത്രണവും നികുതിയുമില്ലാതെ നടത്തപ്പെടുന്ന ഓൺലൈൻ വ്യാപാരം. വ്യാപാരികൾക്ക് ഗുണം ചെയ്യാനെന്ന വ്യാജേന സർക്കാർ നടത്തുന്ന ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സീസൺ 8-മായി സഹകരിക്കേണ്ടതില്ലെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി തീരുമാനിച്ചതായും വ്യാപാരദ്രോഹ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെങ്കിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനം കാണാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ചെയ്ത സഹകരണത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ട് അവര്, പക്ഷെ ഇക്കൊല്ലം ഞങ്ങൾ സഹകരിക്കുന്നില്ല. വ്യാജ SMS-ലൂടെ തട്ടിപ്പ് നടത്തിയ വടകര സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുട്ടുങ്ങൽ രായരോത്ത് റിയാസിനെയാണ് ഡൽഹി പോലീസ് വടകരയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പാകിസ്ഥാൻ സ്വദേശികളും ഉൾപ്പെട്ട കേസിലെ 9ാം പ്രതിയാണ് റിയാസ്. മൊബൈൽ ഫോൺ വഴിയുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വടകര സ്വദേശിയെ ന്യൂഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. മുട്ടുങ്ങൽ രായങ്ങോത്ത് ചെറിയ ചെട്ടിയാന്റെ റിയാസിനെയാണ് ഡൽഹി പ്രത്യേക സെൽ സ്റ്റേഷനിലെ SI ഷാജഹാനും സംഘവും അറസ്റ്റ് ചെയ്തത്. മൊബൈൽ ഫോണിലൂടെ വ്യാജ SMS നൽകി ലോട്ടറി അടിച്ചിട്ടുണ്ടെന്ന വിവരം നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ സ്വദേശികളെ അടക്കം കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂഡൽഹി പോലീസ് വടകരയിലെത്തി വടകര CI സജു കെ എബ്രഹാമിന്റെ സഹായത്തോടെ റിയാസിനെ അറസ്റ്റ് ചെയ്തത്. മൊബൈൽ ഫോൺ SMS വഴി ലക്ഷങ്ങളുടെ സമ്മാനം അടിച്ചിട്ടുണ്ടെന്ന് അറിയിച്ച ശേഷം പ്രോസസിംഗ് ചാർജ് ഇനത്തിൽ നിശ്ചിത തുക ആദ്യം അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടാണ് ഉപഭോക്താക്കളെ കബളിപ്പിച്ചത്. തട്ടിപ്പിലൂടെ 30 ലക്ഷത്തോളം രൂപ പ്രതികൾ കൈക്കലാക്കിയതായും പോലീസ് പറഞ്ഞു. റിയാസ് ഇതിനോടകം 5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നാണ് പോലീസിന്റെ നിഗമനം. അമിതാഭ് ബച്ചന്റെ കോൻ ബനേഗ ക്രോർപതി എന്ന ടെലിവിഷൻ റിയാലിറ്റി ഷോയുടെ സംഘാടകർ എന്ന് പരിചയപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തിയത്. പാകിസ്ഥാനിൽ നിന്നുള്ള മൊബൈൽ നമ്പർ വഴിയാണ് സന്ദേശമെത്തിയതെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. രാജ്യത്തെ വ്യത്യസ്ത ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് തട്ടിപ്പ് നടത്തിയത്. ഇതുവഴി കണ്ടെത്തുന്ന പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 134 ATM കാർഡുകളും 300-ലേറെ വിവിധ അക്കൗണ്ട് സ്ലിപ്പുകളും 10 മൊബൈൽ ഫോണുകളും നിരവധി ബാങ്ക് പാസ്ബുക്കുകളും 4,10,000 രൂപയും ഇടപാട് രേഖകളും പോലീസ് ഇതിനകം പിടിച്ചെടുത്തിട്ടുണ്ട്. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിയെ ട്രാൻസിറ്റ് റിമാൻഡിൽ പോലീസ് ന്യൂഡൽഹിയിലേക്ക് കൊണ്ടുപോയി. ഇക്കഴിഞ്ഞ ഒക്ടോബർ 6-ന് ന്യൂഡൽഹി പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം തുടങ്ങിയത്. ഇതുവരെ 9 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിലക്കുബോർഡുകൾ അവഗണിച്ച് കടലിലിറങ്ങിയ യുവാക്കളിൽ ഒരാൾ മുങ്ങി മരിച്ചു. നടക്കാവ് പറമ്പത്ത് പറമ്പ് സഹീർ ഹസനാണ് സൗത്ത് ബീച്ചിൽ കടലിൽ തീരത്തോട് ചേർന്നുള്ള കുഴിയിലകപ്പെട്ട് മരിച്ചത്. നാട്ടുകാരും ഫയർഫോഴ്സും കോസ്റ്റ് ഗാർഡും പോലീസും തിരച്ചിലിൽ പങ്കെടുത്തു.
സുഹൃത്തുക്കൾക്കൊപ്പം കടലിൽ കളിച്ചുകൊണ്ടിരുന്ന യുവാവ് മുങ്ങി മരിച്ചു. കൊട്ടാരം റോഡ് സ്കൈലൈൻ അപ്പാർട്ട്മെന്റിന് സമീപം പറമ്പത്ത് പറമ്പ് ലോഹിൽ അബ്ദുൽ സലാമിന്റെ മകൻ ഷഹീർ ഹസനാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. സുഹൃത്തുക്കളായ അലോക്, ഗോപേഷ് എന്നിവർക്കൊപ്പം ബുധനാഴ്ച വൈകിട്ട് 4:45ഓടെ കോഴിക്കോട് തെക്കേ കടപ്പാലത്തിന് സമീപം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒഴുക്കിൽപ്പെട്ട് ഷഹീർ ഹസനെ കാണാതാവുകയായിരുന്നു. ടൗൺ പോലീസും കോസ്റ്റ് ഗാർഡും ഫയർഫോഴ്സും സംഭവം നടന്നയുടൻ സ്ഥലത്തെത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കടലിൽ ആഴമുള്ള മേഖലയായതിനാൽ കാണാതായ ഉടൻ തിരച്ചിൽ നടത്താൻ കഴിയാതെ വരികയായിരുന്നു. തുടർന്ന് 5:30ഓടെ കോസ്റ്റ് ഗാർഡ് ബോട്ടെത്തി തിരച്ചിൽ ആരംഭിച്ചു. 7 മണിയോടെ തിരകൾക്കിടയിൽ മൃതദേഹം കണ്ടെങ്കിലും രക്ഷാബോട്ട് അടുത്തെത്തുമ്പോഴേക്കും അപ്രത്യക്ഷമാവുകയായിരുന്നു. രാത്രി 8 മണിയോടെ വീണ്ടും മൃതദേഹം കണ്ട് നാട്ടുകാർ കടലിലിറങ്ങി കരക്കെത്തിച്ചു. കോസ്റ്റ് ഗാർഡ് CI അഷ്റഫ്, ടൗൺ SI ഉണ്ണികുമാരൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തിരച്ചിൽ. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മയ്യത്ത് നമസ്കാരം വ്യാഴാഴ്ച നടക്കാവ് ജുമാഅത്ത് പള്ളിയിൽ നടന്നു. സബ്രീനയാണ് ഷഹീൽ ഹസന്റെ മാതാവ്. സഫർനാസ് സഹോദരനാണ്. അപകട മുന്നറിയിപ്പ് ബോർഡുകൾ പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കടലിലിറങ്ങി കളിക്കാനെത്തുന്നവർ ഇതെല്ലാം അവഗണിക്കുന്നതാണ് അപകടങ്ങൾ ആവർത്തിക്കുന്നത്. സുരക്ഷ ഉറപ്പാക്കുന്നതിനും അത്യാഹിതത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാനും ലൈഫ് ഗാർഡുകൾ ഉണ്ടെങ്കിലും അവർക്കും വേണ്ട സംവിധാനങ്ങളൊന്നും ഒരുക്കുന്നില്ല. ആയിരക്കണക്കിന് പേരാണ് കോഴിക്കോട് കടപ്പുറത്ത് ദിവസവും ഉല്ലസിക്കാനെത്തുന്നത്. ഇതിൽ കടലിലിറങ്ങി കളിക്കുന്നവർ ഏറെയാണ്. അപകട സാഹചര്യങ്ങളെ നേരിടാൻ കോസ്റ്റ് ഗാർഡിന്റെ സംവിധാനങ്ങൾ ബീച്ചിൽ തന്നെ സജ്ജമാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. നിലവിൽ ബേപ്പൂരിൽ നിന്ന് ബോട്ടെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെപ്പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. വാർത്തകൾ തുടരുന്നു. തിരുവണ്ണൂർ ആൽത്തറയ്ക്ക് ചുറ്റുമായി നടന്ന ഘോര യുദ്ധത്തിനൊടുവിൽ തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയം ഉദ്ഘോഷിച്ച് ശൂരസംഹാരം നടന്നു. തിരുവണ്ണൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ശൂരസംഹാര ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് ദേവാസുര യുദ്ധത്തിന്റെ പുനരാവിഷ്കാരം നടന്നത്. ദേവാസുര യുദ്ധത്തിന്റെ ഓർമ്മ പുതുക്കി തിരുവണ്ണൂരിൽ നടന്ന ശൂരസംഹാര മഹോത്സവത്തിന് ആയിരങ്ങൾ സാക്ഷികളായി. ഘോരയുദ്ധത്തിനൊടുവിൽ സുബ്രഹ്മണ്യനും അനുചരൻ വീരബാഹുവും അസുര രാജാക്കന്മാരായ താരകാസുരനെയും ശൂരപത്മനെയും വധിച്ചതോടെ തിരുവണ്ണൂർ ആൽത്തറയിലും പരിസരത്തും നാമോച്ചാരണങ്ങൾ ഉയർന്നു. തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠി ദിനത്തിലാണ് മഹോത്സവം പതിവായി നടക്കുന്നത്. തിരുവണ്ണൂരിൽ നൂറ്റാണ്ടിലേറെക്കാലമായി തുടരുന്നതാണ് ശൂരസംഹാര മഹോത്സവം. അസുര നിഗ്രഹത്തിന് സാക്ഷ്യം വഹിക്കാൻ ഉച്ചയോടെ ആളുകൾ പ്രവഹിക്കാൻ തുടങ്ങിയിരുന്നു. വീരബാഹുവിന്റെയും അസുര രാജാക്കന്മാരുടെയും കൂറ്റൻ കോലങ്ങൾ ഉപയോഗിച്ചാണ് പ്രതീകാത്മക യുദ്ധം നടത്തുന്നത്. കൈവണ്ടികളിൽ ഇവ സ്ഥാപിച്ച് താഴ്ത്തിയും ചരിച്ചും ഉയർത്തിയും നടത്തുന്ന ഘോരയുദ്ധത്തിനൊടുവിൽ അസുര നിഗ്രഹവും നടന്നു. സന്ധ്യാവേളയിൽ അസുരന്മാരുടെ തല എടുത്തുമാറ്റിയതോടെ ചടങ്ങുകൾ പൂർത്തിയായി. അസുര രാജാക്കന്മാരുടെ ശല്യം സഹിക്കാനാവാതെ ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം സുബ്രഹ്മണ്യൻ അവതരിച്ചെന്നാണ് കഥ. ശൂരപത്മന്റെ ദേഹം രണ്ടായി പിളർന്ന് മയിലും കോഴിയുമായെന്നും സുബ്രഹ്മണ്യൻ മയിലിനെ വാഹനമായും കോഴിയെ കൊടിയടയാളമായും സ്വീകരിച്ചുവെന്നുമാണ് കഥ. തിരുവണ്ണൂർ സുബ്രഹ്മണ്യ ക്ഷേത്ര നടയിൽ നിന്ന് സുബ്രഹ്മണ്യൻ ജ്യേഷ്ഠനായ ഗണപതിക്കൊപ്പം അമ്മ പാർവതിയെ കാണാൻ പന്നീങ്ങര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അമ്മയുടെ അനുഗ്രഹം വാങ്ങി ശക്തിവേൽധാരിയായി സുബ്രഹ്മണ്യൻ തിരിച്ചെഴുന്നള്ളതോടെ ഘോരയുദ്ധം ആരംഭിക്കുന്നു. അസുര നിഗ്രഹത്തിനു മുൻപും ശേഷവും സുബ്രഹ്മണ്യൻ പിതാവായ ശിവനെ കാണാൻ തിരുവണ്ണൂർ നടയിലെ ശിവക്ഷേത്രത്തിലേക്കും എഴുന്നള്ളി. ക്ഷേത്രം തന്ത്രി കക്കാട് ജയാനന്ദൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി പാലക്കുളം പരമേശ്വരം എന്നിവർ കാർമ്മികത്വം വഹിച്ചു.
കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ SFI നടത്തുന്ന ക്യാമ്പസ് ഗ്യാങ്ങിസത്തെയും അക്രമ പരമ്പരകളെയും ABVP ശക്തമായി നേരിടുമെന്ന് സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി R. അശ്വിൻ. ക്യാമ്പസുകളിൽ വളർന്നുവരുന്ന ഗ്യാങ്ങുകളുടെ നേതൃത്വവും നിയന്ത്രണവും SFI ഏറ്റെടുക്കുകയാണെന്നും ഇതിനെ വളരാൻ അനുവദിക്കില്ലെന്നും അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗുരുവായൂരപ്പൻ കോളേജിൽ SFIയുടെ നിയന്ത്രണത്തിലുള്ള ബ്രഹ്മാസ് എന്ന ഗ്യാങ്ങാണ് തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നത്. ഈ ഗ്യാങ്ങിലെ 5 പേർ കോളേജിലെ ABVP പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുകയാണെന്ന് ABVP ജില്ലാ സംഘാടക സമിതി ആരോപിച്ചു. കോളേജുകളിൽ വളരുന്ന ഗ്യാങ്ങുകളുടെ നേതൃത്വവും നിയന്ത്രണവും SFI ഏറ്റെടുക്കുകയാണ്. ഇടത് അനുകൂലികളായ അധ്യാപകരെ പോലും ആക്രമിച്ചുകൊണ്ട് SFI കോളേജുകളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ബ്രഹ്മാസ് എന്ന് പറയുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഗ്യാങ്ങായിട്ട് ചേർന്നിട്ട് കഞ്ചാവിനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട വിദ്യാർത്ഥികൾ ക്യാമ്പസിലെ തന്നെ മുഴുവൻ സാഹചര്യത്തെ മാറ്റിമറിച്ചുകൊണ്ട് ക്യാമ്പസിലൊരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം നടന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അവിടുത്തെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഇൻസാഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ്. മയക്കുമരുന്ന് വിതരണ ശൃംഖലയിലെയും നിരവധി റാഗിംഗ് കേസുകളിലെയും പ്രതികളുമാണ് ഗ്യാങ് അംഗങ്ങൾ. ഒക്ടോബർ 28-ന് കോളേജിൽ നടന്ന ആക്രമണത്തിന് നേതൃത്വം നൽകിയ ബ്രഹ്മാസ് ഗ്യാങ് അംഗങ്ങളെ കോളേജിൽ നിന്നും പുറത്താക്കണമെന്ന് സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി R. അശ്വിൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് കോളേജ് തുറക്കുന്ന ദിവസം മുതൽ ABVP അനിശ്ചിതകാല സമരം നടത്തുമെന്നും ജില്ലാ സംഘാടക സമിതി നേതാക്കൾ വ്യക്തമാക്കി. NFPE FNPO സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ തപാൽ RMS ജീവനക്കാർ നടത്തുന്ന റിലേ സത്യാഗ്രഹം 4ാം ദിവസം പിന്നിട്ടു. സമരസമിതി സംസ്ഥാന കൺവീനർ ജോൺസൺ ആവോക്കാരൻ 4ാം ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. തിരൂർ, കണ്ണൂർ, കോഴിക്കോട് ഡിവിഷനുകളിലെ ജീവനക്കാർ സംബന്ധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തപാൽ RMS ജീവനക്കാർ നടത്തുന്ന റിലേ സത്യാഗ്രഹം 4ാം ദിവസം പിന്നിട്ടു. NFPE FNPO സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് കോഴിക്കോട്ടെ ഉത്തരമേഖല PMG ഓഫീസിന് മുന്നിൽ റിലേ സത്യാഗ്രഹം നടത്തുന്നത്. 4ാം ദിവസത്തെ സത്യാഗ്രഹ പരിപാടികൾ സമരസമിതി ജനറൽ കൺവീനർ ജോൺസൺ ആവക്കൻ ഉദ്ഘാടനം ചെയ്തു. KGNA സംസ്ഥാന പ്രസിഡന്റ് P. ഉഷാദേവി അധ്യക്ഷം വഹിച്ചു. ഇന്ത്യയിലും തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പാതയിലാണ്. ഏറ്റവും സവിശേഷതമായ കാര്യം എന്താണെന്ന് വെച്ചാൽ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ കൊടിയുടെ നിറമോ മുദ്രാവാക്യത്തിന്റെ വ്യത്യസ്തതയോ നോക്കാതെ ഒരു കൊടിയുടെ കീഴിൽ ഒരൊറ്റ മുദ്രാവാക്യത്തിന് പ്രസക്തി നൽകിക്കൊണ്ട് ഒരുമിച്ച് നടന്നേക്കുന്ന സമരങ്ങളാണ് മുന്നിലുള്ളത്. KP സുധീർ, AV നാരായണൻ എന്നിവർ സംസാരിച്ചു. തിരൂർ, കണ്ണൂർ, കോഴിക്കോട് ഡിവിഷന് കീഴിലെ ജീവനക്കാരാണ് 4ാം ദിവസ റിലേ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. GDS ജീവനക്കാരെ 7ാം ശമ്പള കമ്മീഷൻ പരിധിയിൽ ഉൾപ്പെടുത്തുക, ക്ഷാമബത്ത അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുക, ഇടക്കാല ആശ്വാസം അനുവദിക്കുക, GDS ജീവനക്കാരുടെ വെട്ടിക്കുറച്ച അലവൻസ് പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹം നടക്കുന്നത്. 31 വരെ തുടരും. കൊയിലാണ്ടി സബ് ജില്ലാ കായികമേളയ്ക്ക് സമാപനം. 3 ദിവസങ്ങളിലായി നടന്ന കായിക മത്സരങ്ങളിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പൊയിൽക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ചാമ്പ്യന്മാരായത്. മത്സര വിജയികൾക്കുള്ള സമ്മാനം കൊയിലാണ്ടി SI M. മോഹനൻ വിതരണം ചെയ്തു. 3 ദിവസങ്ങളായി നടന്നുവരുന്ന കൊയിലാണ്ടി സബ് ജില്ലാ കായികമേളയ്ക്ക് സമാപനമായി. ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പൊയിൽക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ചാമ്പ്യന്മാരായത്. കൊയിലാണ്ടി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളാണ് 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. LP വിഭാഗത്തിൽ 1ാം സ്ഥാനം കോതമംഗലം GLP സ്കൂളും UP വിഭാഗത്തിൽ പൊയിൽക്കാവ് UP സ്കൂൾ 2ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനത്തിൽ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കൊയിലാണ്ടി സബ് ഇൻസ്പെക്ടർ M. മോഹനൻ വിതരണം ചെയ്തു. UP Kids Boys, Shaija Parikul the champion, second year girls Adipur. BPO M. വിനോദ്, കൌൺസിലർ ജമാൽ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. 75ഓളം വിദ്യാലയങ്ങളിൽ നിന്നും 1200ഓളം വിദ്യാർത്ഥികളായിരുന്നു മത്സരത്തിൽ പങ്കെടുത്തത്. തൊഴിൽ നിയമ ഭേദഗതിക്കെതിരെയും ജനങ്ങളെയും തൊഴിലാളികളെയും ബാധിക്കുന്ന 10 ആവശ്യങ്ങൾ ഉന്നയിച്ചും അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ഡിസംബർ 5-ന് നടക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കോഴിക്കോട് സംയുക്ത ട്രേഡ് യൂണിയൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു. BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 5-ന്റെ ദേശീയ പ്രക്ഷോഭം വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി ട്രേഡ് യൂണിയൻ സംയുക്ത ജില്ലാ സമിതി ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ ജൂബിലി ഹാളിൽ BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK വിജയകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും അധികം തൊഴിലാളികൾ അധിവസിക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യയിൽ നടന്ന 48 മണിക്കൂർ ദേശീയ പണിമുടക്കം തീർച്ചയായും ലോക ശ്രദ്ധ ആകർഷിച്ച ഒന്നായിരുന്നു. അതിനുശേഷം പൊതുതെരഞ്ഞെടുപ്പ് വന്നു, ഭരണമാറ്റമുണ്ടായി, അതൊക്കെ ആ ഭാഗത്ത് നടക്കുന്നു.
എന്നിരുന്നാൽ തന്നെയും നാം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് യോഗ്യമായ പരിഹാരത്തിലേക്ക് വരുന്നതിനുള്ള ഒരു ശ്രമവും ഒരു ലക്ഷണവും കാണുന്നില്ല എന്നുള്ളതാണ് വീണ്ടും ശക്തമായ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് അണിചേരാൻ നമ്മെ നിർബന്ധിക്കുന്നു. INDC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രാജൻ അധ്യക്ഷനായിരുന്നു. വിവിധ ട്രേഡ് യൂണിയനുകളെ പ്രതിനിധീകരിച്ച് TP രാമകൃഷ്ണൻ, KC രാമചന്ദ്രൻ, KG പങ്കജാക്ഷൻ, മനയത്ത് ചന്ദ്രൻ, U പോക്കർ, ഗംഗാധരൻ കൊല്ലിയിൽ, M ശ്രീകുമാർ, KP നാരായണൻ, NS രവി, T ഇബ്രാഹിംകുട്ടി എന്നിവർ സംസാരിച്ചു. INDC ജില്ലാ ജനറൽ സെക്രട്ടറി T ദാസൻ സ്വാഗതം പറഞ്ഞു. നവംബർ 1 മുതൽ 15 വരെ സംയുക്ത തൊഴിലാളി മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കും. 16-30 ഇടയിൽ പഞ്ചായത്ത് കൺവെൻഷനുകളും പ്രക്ഷോഭ പ്രചരണ പ്രവർത്തനങ്ങളും നടത്തും. ഡിസംബർ 1 മുതൽ 4 വരെ തൊഴിൽ മേഖലകളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് സംയുക്ത തൊഴിലാളി പ്രകടനങ്ങൾ നടത്താനും കൺവെൻഷൻ തീരുമാനിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ഇംഹാൻസിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം നിർത്തലാക്കിയാൽ ഗ്രാമപഞ്ചായത്തുകളിൽ 140 സന്നദ്ധ സംഘടനകൾ മുഖേന നടത്തുന്ന മാനസികാരോഗ ചികിത്സാ പരിചരണ സംവിധാനങ്ങൾ അവതാളത്തിലാകുമെന്ന് കേരള ഇനീഷ്യേറ്റീവ് ഇൻ മെന്റൽ ഹെൽത്ത് സംസ്ഥാന കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മാനസികാരോഗ്യ പരിചരണ രംഗത്ത് ആയിരക്കണക്കിന് രോഗികളുടെ ആശാകേന്ദ്രമായ ഇൻഹാംസിന് വീണ്ടും പ്രവർത്തന സൗകര്യം ലഭ്യമാക്കണമെന്ന് കേരള ഇനീഷ്യേറ്റീവ് ഇൻ മെന്റൽ ഹെൽത്ത് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പഞ്ചായത്തുകളും സന്നദ്ധ സംഘടനകളും മുഖേന ഇംഹാൻസിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന സാമൂഹിക മാനസികാരോഗ്യ പദ്ധതികൾ ഫണ്ടില്ലാതെ നിലയ്ക്കുന്ന സാഹചര്യമാണുള്ളത്. നിലവിൽ 17,000-ലേറെ രോഗികൾ പദ്ധതിക്ക് കീഴിലുണ്ട്. സാമൂഹിക പരിഗണന ലഭിക്കേണ്ട വലിയൊരു വിഭാഗത്തിന്റെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കാനും ഫണ്ട് ലഭ്യമാക്കുന്നതിനുമുള്ള ഊർജിത ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനും KAMH പ്രഥമ സംസ്ഥാന കൺവെൻഷൻ തീരുമാനിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവിന്റെ എല്ലാ സെന്ററുകളിലും മാനസിക രോഗികളുടെ പ്രവർത്തനം കൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിലാകമാനം ഒരുപാട് CHCയിൽ മാനസിക രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പ് വെക്കുന്നു. മാനസിക രോഗികളുടെ ക്യാമ്പ് വെച്ചുകൊണ്ട് അവരുടെ മെഡിസിനും അതേപോലെ തന്നെ അവരുടെ ചികിത്സവും മുമ്പോട്ട് കൊണ്ടുപോയിട്ടില്ല എങ്കിൽ വളരെ വലിയ പ്രയാസമാണ് നമ്മുടെ സമൂഹത്തിൽ വന്നുപെടാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം ഇന്ന് ഈ NRHMന്റെ ക്യാമ്പ് നടക്കുന്നത് കൊണ്ട് ഒരു പരിധിവരെ രോഗികളെ അവരുടെ കുടുംബത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. ഇല്ലെങ്കിൽ സമൂഹത്തിൽ നാളെ ഒരുപാട് അലഞ്ഞു തിരഞ്ഞ് നടക്കുന്ന മാനസിക വൈകല്യമുള്ള ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. KIMH ചെയർമാൻ ഡോക്ടർ KR ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ഷിബുകുമാർ, K ആലി, KM ബഷീർ, അബ്ദുൽ കരീം മലപ്പുറം, TM അബൂബക്കർ, ഡോക്ടർ TV അനീഷ്, ചന്ദ്രഹാസൻ, ദാമോദരൻ നായർ, സുനിൽകുമാർ വാഴക്കാട്, വേണുഗോപാലൻ വയനാട്, കൺവീനർ K മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. സിംഫണി മാവിളിക്കടവിന്റെ നേതൃത്വത്തിൽ മണ്ണാലത്ത് ശ്രീധരന്റെ ഖണ്ഡകാവ്യത്തിന്റെ സംഗീതാവിഷ്കാര CD പ്രകാശനം ചെയ്തു. ടൗൺ ഹാളിൽ കൌൺസിലർ O സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണാലത്ത് ശ്രീധരന്റെ ഭാര്യ IP വിശാലാക്ഷിയിൽ നിന്നും ആദ്യ CD ഗിന്നസ് സുധീർ കടലുണ്ടിയെ സ്വീകരിച്ചു. മാധ്യമപ്രവർത്തകനും കവിയും നാടകകൃത്തുമായ മണ്ണാലത്ത് ശ്രീധരൻ അനുസ്മരണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഖണ്ഡകാവ്യമായ കവിയുടെ സംഗീതാവിഷ്കാരത്തിന്റെ CD പ്രകാശനം ചെയ്തു. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് കോർപ്പറേഷൻ കൌൺസിലർ O സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിൽ തന്നെയുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾ പോലും പിൻകാലത്ത് അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ചില അനുസ്മരണങ്ങൾ മാത്രമാണ് അവരെക്കുറിച്ച് അറിയാൻ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല സാധാരണ അറിയാമല്ലോ, പക്ഷേ പൊതുജനങ്ങൾക്കും അവരെ സംബന്ധിച്ച് അറിയാനുള്ള ഒരു അവസരമായിട്ട് വരുന്നത്. ശ്രീ മണ്ണാലത്തിൻ്റെ പ്രവർത്തന പദങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ ഈ ഒരു അവസരം ഒരുക്കിയിട്ടുള്ള ഇതിൻ്റെ സംഘാടകരെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. മണ്ണാലത്ത് ശ്രീധരന്റെ ഭാര്യ AP വിശാലാക്ഷി CD പ്രകാശനം നിർവഹിച്ചു. സുധീർ കടലുണ്ടി ഏറ്റുവാങ്ങി. സീനിയർ ജേർണലിസ്റ്റ് ഫോറം പ്രസിഡന്റ് M ബാലഗോപാലൻ അധ്യക്ഷനായിരുന്നു.
ഡോക്ടർ കെ വി തോമസ്, മലയാള മനോരമ മുൻ റെസിഡന്റ് എഡിറ്റർ കെ അബൂബക്കർ, മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ ടി സുരേഷ് ബാബു, INDC സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സി രാമചന്ദ്രൻ, സാദിഖ് ചേലാട്ട്, അഷ്റഫ് ചേലാട്ട്, ശ്രീലേഖ മണ്ണലത്ത്, ശ്രീകുമാർ മണ്ണലത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് മാവളിക്കടവ് സിംഫണി മ്യൂസിക് ഇൻസ്ട്രുമെന്റ് സ്കൂളിന്റെ ഗാനമേളയും അരങ്ങേറി. ജീവിച്ചിരിക്കെ ഒരു അംഗീകാരങ്ങളും ആഗ്രഹിക്കാത്ത വ്യക്തിത്വമായിരുന്നു CM കൃഷ്ണനുണ്ണിയുടേതെന്ന് സാഹിത്യകാരൻ PR നാഥൻ. ഇന്ത്യൻ റെയ്ക്കി അസോസിയേഷൻ നേതൃത്വത്തിൽ നടന്ന CM കൃഷ്ണനുണ്ണി അനുസ്മരണ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ റെയ്ക്കി അസോസിയേഷന്റെ നേതൃത്വത്തിൽ CM കൃഷ്ണനുണ്ണി അനുസ്മരണം സംഘടിപ്പിച്ചു. കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT രമേശ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ശ്രീപുരം താന്ത്രിക ഗവേഷണ കേന്ദ്രം ഡയറക്ടർ L ഗിരീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. M സുരേഷ് കുമാർ, പുത്തൂർമുടൻ ചന്ദ്രൻ, ഡോക്ടർ S അച്യുതൻ നായർ എന്നിവർ സംസാരിച്ചു. PR നാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുഃഖമാണ് ഒരു വ്യക്തിക്കും അവര് ജീവിച്ചിരിക്കുമ്പോൾ അറിയിക്കുന്ന അംഗീകാരം കിട്ടാറുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ അറിയിക്കുന്ന അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ദുഃഖിതരും ആണ്. മനുഷ്യന്റെ ദുഃഖം മരിച്ചുപോയാൽ ഒരു വ്യക്തിയെ പറ്റി പറയുന്ന വരികൾ ജീവിച്ചിരിക്കുമ്പോൾ കേൾക്കണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ ജീവിതം ബുദ്ധിമുട്ടാവുന്നു. ആ ശ്രീനാരായണ ഗുരുദേവന്റെ അതിപ്പോൾ ഗ്രന്ഥരൂപത്തിൽ വന്നിട്ടുണ്ട്. അത് പലപ്പോഴായിട്ട് ഞാൻ വായിച്ചതാണ്. ഇത് ഏറ്റവും ആസ്വാദ്യമായിട്ട് അത് ഒരിക്കൽ കൂടി വായിക്കാനായിട്ട്. വിദ്യാർത്ഥികളിൽ സാമൂഹ്യ ബോധം വളർത്തുന്നതിന്റെ ഭാഗമായി അലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 168 കാലിക്കറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആഴ്ചവട്ടം ഗവൺമെന്റ് LP സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് ജില്ലാ കൺവീനർ K ജോസ് ക്ലാസുകളെടുത്തു. അലയൻസ് ക്ലബ്സ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 168 കാലിക്കറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആഴ്ചവട്ടം ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സാന്ത്വന പരിചരണവുമായി ബന്ധപ്പെട്ടും വിദ്യാർത്ഥികളിൽ സാമൂഹ്യബോധം വളർത്തുന്നതിന്റെയും ഭാഗമായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. മെഡിക്കൽ കോളേജിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിൽ നടന്ന പരിപാടിയിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ജില്ലാ കൺവീനർ K ജോസ് ക്ലാസ് എടുത്തു. കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നതിനും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുമായി ബന്ധപ്പെട്ടാണ് ക്ലാസിൽ ചർച്ച ചെയ്തത്. അലയൻസ് ക്ലബ് ക്യാബിനറ്റ് മെമ്പർ രവി കോവൂർ, അലയൻസ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വിജയൻ ഇളയിടത്ത്, വിവേകാനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. അവശ്യ മരുന്നുകളുടെ വില നിയന്ത്രണാധികാരം എടുത്തുകളഞ്ഞ കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ വെൽഫെയർ പാർട്ടി നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ വോട്ടെടുപ്പിന്റെ ഭാഗമായി കോഴിക്കോട് മൊഫീസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിലും പരിപാടി സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ അധ്യക്ഷൻ PC ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ വിഭാഗം അധ്യക്ഷ K ജമീല അധ്യക്ഷം വഹിച്ചു. ആബിദ ഷഹീൽ, MA ഖയ്യൂം, പൊന്നമ്മ ജോൺ, കവിത പുതിയങ്ങാടി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ സിജി 18ാം വാർഷികം ആഘോഷിക്കുന്നു. നവംബർ 2-ന് ചേവായൂർ സിജി ക്യാമ്പസിൽ നടക്കുന്ന വാർഷിക ആഘോഷ പരിപാടികൾ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. സിജിയുടെ പുതിയ സംരംഭങ്ങളായ ലേണിംഗ് ക്ലിനിക് പ്രദീപ് കുമാർ MLA-യും ഡിപ്ലോമ ഇൻ കരിയർ ഗൈഡൻസ് ആൻഡ് കൌൺസിലിംഗ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ TA അബ്ദുൾ മജീദും ഉദ്ഘാടനം ചെയ്യുമെന്നും ജനറൽ സെക്രട്ടറി ZA അഷ്റഫ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമൂഹത്തിൽ വ്യാപിക്കുന്ന അഴിമതി, ധൂർത്ത്, സമുദായത്തിന്റെ പേരിൽ പ്രചരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ, ലഹരി ഉപയോഗം തുടങ്ങിയ തിന്മകൾക്കെതിരെ ജനശക്തി എന്ന പ്രമേയവുമായി സുന്നി യുവജന സംഘം നവംബർ 1 മുതൽ 30 വരെ ബോധന ക്യാമ്പയിൻ നടത്തുന്നു. ക്യാമ്പയിന്റെ ഉദ്ഘാടനം നവംബർ 1-ന് രാവിലെ 10 മണിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. NIT കാലിക്കറ്റ് സംഘടിപ്പിക്കുന്ന ശാസ്ത്ര സാങ്കേതിക മേള തത്വ ഒക്ടോബർ 31, നവംബർ 1, 2 തീയതികളിൽ നടക്കും. മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിവിധ ബ്രാഞ്ചുകൾക്കുമായി പ്രത്യേക മത്സരങ്ങൾ ഉണ്ടാകും. കൂടാതെ ക്വിസ് മത്സരങ്ങൾ, പ്രൊജക്ട് അവതരണം, സംവാദങ്ങൾ എന്നിവയും സംഘടിപ്പിക്കും. ഇന്ത്യൻ റോബോട്ടിക്സ് ശാസ്ത്രജ്ഞനായ ഡോക്ടർ രാജീവ് ഭോസ്ലയുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന റോബോട്ടുകളായ മെറ്റിൽഡയുടെയും ചാർലിയുടെയും പ്രദർശനമാണ് ഇത്തവണത്തെ തത്വയുടെ മുഖ്യ ആകർഷണമെന്നും സംഘാടകർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലുമായി സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസ്രുദ്ദീൻ. വ്യാപാരദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് ഡിസംബർ 3-ന് സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ചിടും. ഹെർമൻ ഗുണ്ടട്ടിന്റെ പാതകൾ തേടി ജർമ്മൻ സംഘം കോഴിക്കോട്ട്. സംഘത്തിന് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഊഷ്മള വരവേൽപ്പ്. കോഴിക്കോട് കോർപ്പറേഷന്റെ വികസന പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള അന്വേഷണം ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമെന്ന് CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ രോഗവിമുക്ത പാദങ്ങൾ